ഹായ്! ഞങ്ങള് മക്കൾക്ക് ബാഗും ബുക്കും പിന്നെ വീട്ടിലേക്ക് കുറച്ച് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഷോപ്പ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങള് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. നല്ല ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ ബന്നും കേക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അങ്കിളിനെ ചേട്ടൻ അറിയാം. അതുകൊണ്ടാ അവിടെ ചായ കുടിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ചേട്ടൻ വീഡിയോയിൽ വരില്ലാന്നേ ഉള്ളൂ. വീഡിയോ എടുത്തു തരും. ഞാൻ ഷുഗർ കട്ടാണ്. ഇങ്ങനെ പുറത്ത് പോയി ചായ കുടിക്കുമ്പോൾ ചേട്ടൻ പഞ്ചസാര ഇടാതാണ് ചായ വാങ്ങി തരാറ്. ബട്ടർ ബൺ കഴിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. അപ്പോഴാ പറയുന്നത് ഒരെണ്ണം കഴിച്ചു എന്ന് വെച്ച് വെയിറ്റ് കൂടില്ലെന്ന്. എന്തായാലും ഞാൻ ഒരെണ്ണം അങ്ങ് കഴിച്ചു. ജുവലിട്ടേക്കുന്ന ആ ഡ്രസ്സ് കണ്ടില്ലേ? ആ ഡ്രസ്സ് അവൾക്ക് ഇടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അവളെ വീഡിയോയിൽ കാണിക്കരുതെന്നാണ് അങ്ങനെ പറഞ്ഞത്. ചേട്ടൻ ഞങ്ങളുടെ റീൽസ് എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ട് എത്ര പേര് കണ്ടു എന്ന് നോക്കുന്നത് കണ്ടോ? അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് നേരെ ഷോപ്പിലെത്തി. ഈ ഷോപ്പിൽ എല്ലാം ഉണ്ട്. ഇതിൻ്റെ ബ്രാഞ്ച് പലയിടത്തുമായിട്ടുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ബുക്ക് നോക്കാനാണ്. 2 പേർക്കും എത്ര ബുക്ക് വേണമെന്നൊന്നും ടീച്ചർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളൊരു ഏകദേശം രൂപം വെച്ചും എടുത്തു. അങ്ങനെ ബുക്സ് എടുത്തു. പിന്നെ അച്ചാറിട്ട് വെക്കാനായിട്ട് ഗ്ലാസ്സിലുള്ള കുപ്പി എടുത്തു. പിന്നെ പാത്രങ്ങളുടെ സെക്ഷനിലൊക്കെ പോയി അവിടെ നിന്ന് എടുത്തു. എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ലാസ്റ്റ് കാണിക്കാമേ. ജോയലിനെയും ജുവലിനെയും എന്തെങ്കിലും വാങ്ങാനായിട്ട് ഇതുപോലെ കൊണ്ടുപോയാൽ ഓരോ സാധനങ്ങളും ഇതുപോലെ എടുത്ത് കാണിക്കും. ചിലപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ളതായിരിക്കും. എന്നാലും അവർക്കത് കാണുമ്പോൾ അപ്പം തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് ഒരേ ബഹളമായിരിക്കേ. എനിക്ക് ഇങ്ങനെയുള്ള ഷോപ്പിൽ പോയാൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് ഈ ഫേസ് ക്രീമും ഹെയറിൻ്റെ ആവശ്യത്തിനുള്ളതൊക്കെ വെച്ചിരിക്കുന്നിടത്താണ്. ഒന്നും വാങ്ങത്തില്ല. പക്ഷേ യൂട്യൂബിൽ കാണുന്ന ഐറ്റംസൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഫേസ് വാഷും ഷാമ്പു എടുക്കും. അത്ര തന്നെ. ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ നേരെ പോകുന്നത് ഈ ക്രീംസും ഫേസ് വാഷും ഈ ഹെയറിൻ്റെ മാസ്കും ഒക്കെ ഉള്ള ആ ഏരിയയിലോട്ടാണ്. അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം എടുത്തു വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെയൊക്കെ ആണെങ്കിൽ എടുക്കത്തില്ല. പിന്നെ എല്ലാം നോക്കിയതിന് ശേഷം ഒരു ഫേസ് വാഷ് എടുക്കും. പിയേഴ്സിൻ്റെ ഒരു ഫേസ് വാഷ്, പിന്നെ ഒരു റോസ് വാട്ടർ, പിന്നെ എന്താ തലയിൽ തേക്കാനുള്ള ഒരു സംഗതി. ഇത്രയും എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലടിക്കാൻ കൊടുത്തു. ക്യാഷ് പേ ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ പുറത്ത് പാക്കിംഗ് സെക്ഷനിൽ കൊടുക്കണം. അവരവിടെ പാക്ക് ചെയ്ത് തരും. പാക്കിംഗ് സെക്ഷനിൽ അവർ ചോദിക്കും 2 വീലറിലാണോ 4 വീലറിലാണോ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഏതെന്ന് പറഞ്ഞാൽ അവർ ആ രീതിയിലായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ കെട്ടും പാണ്ടക്കെട്ടും ഒക്കെ ആയിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് മക്കൾ കാണിച്ചു തരും. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നലെ വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. ആദ്യം അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം റാണിയായ ജുവൽ ചേച്ചിയാണ്. ഉറച്ചു പറ. ഇത് ജുവലിന് വാങ്ങിയ ബാഗാണ് ഗൈസ്. ഇതിന്റെ അകത്ത് ഒരു ഫ്രീ ഉണ്ട്. അത് ജുവൽ ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. പിന്നെ നെയിം സ്ലിപ്പ് ഉണ്ട്. നമ്മൾ വേറൊരു ബാഗ് എടുത്തപ്പം അതിൻ്റെ അകത്ത് പെയിന്റ് ചെയ്യാനുള്ള ബുക്കും ഉണ്ടായിരുന്നു, നെയിം സ്ലിപ്പും ഉണ്ടായിരുന്നു. ഫ്രീ പിന്നെ ഫ്രീ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രീ ഉണ്ട്. അത് അവള് രാവിലെ എടുത്ത് കളിച്ച് നടക്കുന്നുണ്ട്. അതിലുണ്ടോ? കാണിക്ക്. ഇതുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബോളുണ്ട്. ഇനി അടുത്തത് അത് ബോൾ അമ്മ കാണിച്ചു. നമ്മുടെ സ്വന്തം ലൈസ് ആണ് ഗൈസ്. ആദ്യം അപ്പുറത്തെ കുട്ടികൾക്ക് കൂടെ വാങ്ങിച്ചു. അടുത്തായിട്ട് നമ്മൾ ബോട്ടിൽ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. പിന്നെ റെയിൻകോട്ട് 2 പേർക്ക് 2 റെയിൻകോട്ട്. പിന്നെ ഗൈസ് അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഗ്ലാസിൻ്റെതാണ് കുപ്പി. പിന്നെ നമുക്ക് പള്ളിയിലും വേറെ സ്ഥലത്തു നിന്നൊക്കെ കിട്ടി. കുറച്ചുകൂടെ വാങ്ങി. ഇത് ജുവലിന് വാങ്ങിയ സ്നാക്സ് ബോക്സ് ആണ്. എനിക്ക് ബ്രൗൺ പേപ്പർ 2 പേർക്കും കൂടി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഒരു കെട്ടിരിപ്പുണ്ട്, അതുകൊണ്ട്. മുഖത്തല്ല, അത് തലമുടിയിൽ തേക്കുന്ന ഒരു ക്രീമാണ്. പിന്നെ ഞങ്ങൾ 3 മഗ് വാങ്ങി.
ഗൈസ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത് ബോട്ടിലാണ് അല്ലേ? 3 ബോട്ടിൽ വാങ്ങി. പിന്നെ ഒരു കറിപ്പാത്രം വാങ്ങി. പിന്നെ ഇത് ബദാം ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ചേട്ടന് വലിയ സ്കെയിൽ വാങ്ങി. പിന്നെ ബാത്റൂം ഫ്രഷ്നർ വാങ്ങി. പിന്നെ 2 ചീപ്പ് വാങ്ങി. പാത്രം വാങ്ങി, ചീപ്പ് വാങ്ങി. പെട്ടെന്ന് എടുത്ത് കാണിക്കേ. ഒരു ലോഡ് പെണ്ണ് വാങ്ങി. 2 കൊട വാങ്ങി 2 ആൾക്ക് കൂടി. പിന്നെന്താ, കളർ വാങ്ങി. ഇത് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, ഇനി അവൻ 5ാം ക്ലാസ്സിലാണല്ലോ, അപ്പോൾ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചു. പിന്നെ ഇത് അവന് ചർച്ചിൽ അവന് ഓഫറിങ് സമയത്ത് പാട്ട് പാടാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാട്ട് എഴുതാനായിട്ട് അത് വാങ്ങി. പിന്നെ ഇത് റോസ്മേരി വാട്ടർ തലയിൽ ചെയ്യാൻ ആദ്യമായിട്ട് വാങ്ങിയതാ. കണ്ടപ്പോൾ വാങ്ങി, ഇനി ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. പിന്നെ കട്ടർ വാങ്ങി, റബ്ബർ വാങ്ങി, പിന്നെ ബദാം വാങ്ങി. ഹെൽത്തി ഫുഡെന്ന് അവൻ പറയും, പക്ഷെ അവന് കുതിർത്ത് കൊടുത്താൽ അവൻ ആരും കാണാതെ കൊണ്ട് തുപ്പിക്കളയും, നമ്മൾ കഴിക്കും. പിന്നെ മറ്റേ ഹെയർ മാസ്കിനൊപ്പം ഫ്രീ അല്ല വാങ്ങിയതാ. പിന്നെ ഗമ്മ് വാങ്ങി. പിന്നെന്താ, അത് അവർക്ക് വേണ്ടി വാങ്ങിയതല്ല. പിന്നെന്താ, പിന്നെ ഇവള് പിന്നെ അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങി. അത് വാസ്ലിൻ അത് വാങ്ങി. ടയർ കട്ടർ, അയ്യോ ടയർ റൈസർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ എല്ലാ ഷോപ്പിലും ഉണ്ടാവണം. പിന്നെന്താണ്, പിയേഴ്സ് സോപ്പ്. ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത് ഈ സോപ്പാണ്. പിന്നെ 2 അപ്സരയുടെ പെൻസിൽ വാങ്ങി. പിന്നെ അതും റബ്ബർ തന്നെ. ഇത്ര കഴിഞ്ഞോ? പിന്നെ ബുക്ക് ഇങ്ങോട്ട് കാണിക്കും. പിന്നെ 2 ആൾക്കും കൂടിയുള്ള ബുക്കിൻ്റെ ലിസ്റ്റ് ഒന്നും ടീച്ചർ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ കൂട്ടി വാങ്ങിയതാണ്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. പെട്ടി ചെറുതാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന സാധനം കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.